ഒന്ന് കറങ്ങി നടക്കാൻ ഇറങ്ങിയതാണ്. മീരയ്ക്ക് വലിയ ഇഷ്ടമാണ്. നാട് മുഴുവൻ ചുറ്റിക്കണ്ടു ഞങ്ങൾ രണ്ടുപേരും കൂടെ. നൈസ് ഡേ അല്ലേ മീര? ഷോ അത് മറന്നു. ഫ്രണ്ട്സ് മീറ്റ് മിസ് മീര ഫ്രം കാൽക്കട്ട. ഹലോ ഞാൻ Oh, sorry. Just a minute. Yeah. Hi. What a surprise. ഞാൻ ഇപ്പൊ വിചാരിച്ചേ ഉള്ളൂ. 100 ആയിസ് കേട്ടോ. പിന്നില്ലേ ഒരുപാട് പറയാനുണ്ട്. Yeah. It's quite fantastic. Nice place. മുഴുനീള ഇംഗ്ലീഷ് ആടാ വെച്ച് കാച്ചനെ. തന്തപ്പടി ആവും. അതേടാ. Really fantastic. സത്യടാ. തന്തപ്പടി ഡാന്ന് വിളിക്കൂ. ഇനി കൽക്കട്ടയിൽ അങ്ങനെയാണെങ്കിലും പോടാ, തന്തപ്പടി അല്ല അല്ലേ? ആര്? പിന്നെ എന്റെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. ആ പരിചയപ്പെട്ടോണ്ടിരിക്കുക. ഓക്കെ ബൈ. അപ്പൊ പറഞ്ഞ പോലെ മീര ഇവൻ എന്റെ ബെസ്റ്റ്. നോ ലെറ്റ് മീ ട്രൈ. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ കാട്ടുകള്ളന്മാരാ നന്ദു. പക്ഷേ ഒന്നിനും ഗട്ട്സ് ഇല്ല. നോക്കട്ടെ. Yes, this is Boban. Yes. മീശ ഇല്ലെങ്കിലും കയ്യിലിരിപ്പ് മോശം. രാധ എന്ന രാധാകൃഷ്ണൻ. രാധയ്ക്ക് വല്ലാണ്ട് നാണം വരുന്നുണ്ടല്ലോ. അത് മിസ്റ്റർ മീര എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടാ. ആണുങ്ങൾ ഇങ്ങനെ തുറച്ചു നോക്കിയാ രാധയ്ക്ക് നാണം വരില്ലേ? ഓ കൊള്ളാം. 2 മാർക്ക്. ഓ ഗിരി എന്ന ഗിരിധരൻ നന്ദിയുള്ളവനാ. പക്ഷേ പെൺപട്ടി ഒരു വീക്ക്നെസ് അല്ലേ? ഓ ബുൾഗാൻ മാൻ ജീനിയസ് മിസ്റ്റർ ഗോപൻ. പക്ഷെ ആളൊരു മണ്ടന. നീ പറഞ്ഞത് വെച്ചൊരു ഗസ് അടിച്ചല്ലേ? ഓക്കെ, വി ആർ ഫ്രണ്ട്സ്. ഞാൻ മീര. ഹോം സയൻസ്, ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഒന്ന് കുറച്ചുകൂടെ, ഒന്നെങ്കിലും. പോടാ, ഞാൻ ഡാവടിക്കാറില്ല. അല്ല, നിങ്ങൾ എന്നെ ക്ലബിലേക്ക് ക്ഷണിച്ചില്ല. താങ്ക് യു. എന്താ അത്? അതോ അത് നമ്മുടെ മനക്കലെ വാസുവേട്ടന്റെ ഫാമിലി ഫോട്ടോയാ. മാറ്. നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് കൊള്ളാം. വാസുവേട്ടന്റെ മൂത്ത മോളാ. എനിവേ, എനിക്ക് നിങ്ങളെയൊക്കെ ഇഷ്ടായി. നിങ്ങളെ മാത്രമല്ല, ഈ നാടും. കുന്നുകൾ, മലഞ്ചെരിവുകൾ, പുഴകൾ, തടാകങ്ങൾ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഈ നാട്ടിൽ ജീവിക്കുന്നത് തന്നെ ഒരു സുഹൃത. കിളിയായി പറക്കാനും മീനായി നീന്താനും പൂവായി വിരിയാനും തോന്നുന്നു. ഈ വണ്ടിയിൽ ഇവിടേക്കൊന്ന് എത്തിപ്പെടാൻ 4 ദിവസം എടുത്ത നിലയ്ക്ക് ഇനി ടൗണിലേക്കൊന്ന് എത്താൻ എത്ര നോട്ടിക് മൈൽ തൊഴേണ്ടി വരുമെന്ന് എന്റെ ടെൻഷൻ. ഇന്ന് എത്തുവാടാ. കാറ്റിന്റെ ഗതി അനുകൂലമാണെങ്കിൽ മിക്കവാറും ഇന്ന് തന്നെ എത്തിയേക്കും. എന്റെ മേലേക്കാവിലമ്മേ, ഈ ചങ്ങാട എങ്ങനെയെങ്കിലും ഇന്ന് ടൗണിൽ എത്തിച്ചേരണേ. സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ? പൂക്കുറ്റിയുടെ വെടിപൊട്ടി. ഇനി രക്ഷയില്ല. മോശമായി പോയി. മീരമോൾക്ക് വിഷമമായി കാണുമല്ലേ ലക്ഷ്മി? ഏയ്, കേമാവുക ചെയ്തത്. രാജകലയുടെ മഹത്വം അത്രയ്ക്കുണ്ടല്ലോ. മാത്രോ അതും തള്ളി വീട്ടിലെത്തിക്കാനുള്ള യോഗം കൂടി ഉണ്ടായല്ലോ എന്നാ. വിരുന്ന് വന്നവരെ നാണം കെടുത്താണ്ട് നോക്കണമെന്ന് എനിക്ക് മാത്രം വിചാരമുണ്ടായ പോരല്ലോ. ആ കുട്ടി വന്ന പാടെ മുറി അടച്ചിരിക്കണതാ. അത് കരയാവും. കണ്ണീരെന്താന്നറിയാത്ത കുട്ടിയല്ലേ.
ഒന്ന് കരയാൻ കൽക്കട്ടയിൽ നിന്ന് ഇവിടം വരെ വരേണ്ടി വന്നല്ലോ. അതാ കഷ്ടം. എടാ പയ്യൻസ്, പറയട്ടെ, കാലങ്ങളായി നീ തലകുത്തി മറിഞ്ഞിട്ടും കിട്ടാത്തൊരു കാര്യം ഞാൻ ദാ ഒരു ഞൊടിയിടയിൽ സാധിപ്പിച്ചു തരട്ടെ. അതെന്ത് കാര്യം? അതിനുവേണ്ടി നീ ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡിയാത്രയും ഒക്കെ നടത്തിയിട്ടുള്ളതാ. നിരാഹാരം കിടന്നിരിക്കാനും സാധ്യതയുണ്ട്. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അതെന്ത് കാര്യം? എന്റെ അമ്മേ, ഇനി ഇവളെ ഒപ്പിക്കോ? എന്നോട് മിണ്ടാൻ വരണ്ട. ചമ്മിയത് ഞാനാ. മുല്ലശ്ശേരിയിലെ ആംബുലൻസ് നോക്കി ആൾക്കാര് കളിയാക്കണ. അച്ഛനൊന്നും പറയണ്ട. ഇത്രയും വലിയ തറവാടാ വീടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല കാറുണ്ടോ ഈ മുറ്റത്ത്? ഒന്ന് പുറത്തു പോണെങ്കിൽ ആകെ ഒരു തകരക്കൂട് മാത്രമുണ്ട്. വഴി കിടക്കുന്ന രാജകല. അയ്യോ എന്റെ മോളെ അങ്ങനെ പറയല്ലേ. അതെന്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചെന്ന് വണ്ടിയാ. ഉപേക്ഷിക്കാൻ മനസ്സ് വരണില്ല. അതിനിത് വിൽക്കാതെയും വാങ്ങാമല്ലോ. അച്ഛനാ, നീ എന്നെ തൊലച്ച് അടങ്ങൂ. മോളുടനെ പോവുകല്ലേ, പിന്നെന്തിനാ പുതിയൊരു കാറ്? ഇതാ ഞാൻ പറഞ്ഞ അച്ഛൻ ഈ പറയണ സ്നേഹമൊന്നുമില്ല. ഈ തറവാട്ട് മഹിമയ്ക്ക് മുറ്റത്ത് ഒരു ലേറ്റസ്റ്റ് വണ്ടിയെ കിടക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നന്ദുവിന് ഒരു ബൈക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തൂടെ? നമ്മുടെ മനയത്തെ ശിവശങ്കറിന് ബൈക്കിന്റെ ഏജൻസി ഇല്ലേ? ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരെ, വണ്ടി ഇപ്പം മുറ്റത്തെത്തും. അതിന് അല്ല, അത് ഇപ്പൊ എന്ത് വരും? ഇപ്പൊ ഇനി കണക്ക് കൂട്ടിയും കഴിച്ചും വരുമ്പോഴേക്കും കാര്യം നടക്കില്ല. നീ ഒന്ന് വിളിച്ചു പറയാച്ചതാ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നീ ഒന്ന് വിളിച്ചു പറ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഞാൻ വിളിച്ചു പറയാൻ പോവാ. നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ടെടുത്ത് പോയിക്കോളൂ. അമ്മേ, അവര് പോട്ടാ പൂക്കുറ്റി. മക്കളെ വേഗം വിട്ടോ വിട്ടോ. ഞങ്ങള് ദൂരെ എത്തിക്കഴിഞ്ഞിട്ട് വിട്ടാ മതി. വേഗം വിട്ടോ. എന്തൊരു സ്പീഡാ! ഇയാക്കെന്താ തല തിരിഞ്ഞു പോയോ? പ്രായ കൂടുതലൊന്നും നോക്കൂല ഞാൻ. 2 കാലം തൊട്ട് വന്ന് കീറും. നല്ലൊരു കാര്യം വെടിവെച്ച് കൊളാക്കാൻ പറ്റാത്തുള്ള ചൊറിച്ചില നിനക്ക്. ഇനി പോയി തലങ്ങും വിലങ്ങും വെടിവെച്ചോ. വേണ്ടപ്പോ നിന്നെ ഞാൻ ചങ്ങലക്ക് ഇട്ടോളാം. അതിനു മുമ്പ് ഗീതാവാരസരായിട്ടുള്ള ചുറ്റിക്കളി ഞാൻ ഡീസന്റ് ആക്കി തരാം. അമ്പലം വിഴുങ്ങി. അമ്പലം മാത്രമല്ല, നിന്റെ അച്ഛനെയും വിഴുങ്ങും ഞാൻ. പോടാ പേപ്പട്ടി. നീ എന്നെ വല്ലയിടത്തും തട്ടിയിടുവോ? എന്റെ ധൈര്യത്തിലെ ബൈക്ക് വാങ്ങി തന്നെ അത് മറക്കണ്ട. അതൊക്കെ ശരി. പക്ഷെ അതും പറഞ്ഞ് എന്നെ നിയന്ത്രിക്കാൻ വരല്ലേ. കൊമ്പ് ഞാൻ ഓടിക്കും. പിന്നെ എന്തുപറ്റി? എന്താ കാര്യം പറ. ഹലോ. ഓ സോറി, ഞാൻ ബിസി ആയിരുന്നു. ഗൗതം, കോൾ മീ ലേറ്റർ, ഓക്കെ? കം ഓൺ മീര, പോവാം. നോ, ഞാനില്ല. നീ പൊയ്ക്കോ.